റിലീസായി തിയേറ്ററിൽ കണ്ട സമയത്ത് പോലും എന്നിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ലാത്ത, ഒരുപക്ഷെ ഒരുപാട് ഇഷ്ടത്തോടെ വായിച്ചു തീർത്ത ആ ചെറുകഥയോടുള്ള ഇഷ്ടം പോലും കുറച്ച് കളഞ്ഞോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് നിരാശ തോന്നിയ ഒരു സിനിമ അനുഭവമാണ് ലീല. ആ ലീല എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരിക്കൽ കൂടി കണ്ടു. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ്റെ 70ാമത് പിറന്നാൾ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റീവാച്ച് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങുന്നത്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ജഗദീഷ് ഏട്ട. ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഇപ്പോഴും ഓർത്തോർത്ത് ചിരിക്കാനുള്ള നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, എൻ്റെ കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ട്രാൻസിഷൻ പരിപാടികൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രകടനങ്ങൾ അന്ന് അത്ഭുതപ്പെടുത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അദ്ദേഹം കുറേയും കൂടി തന്നിലെ അഭിനേതാവിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അദ്ദേഹത്തിനെ ഇന്നത്തെ ചലച്ചിത്ര പ്രവർത്തകർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ തോന്നി ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതൽ തോന്നുന്നൊരു സമയമാണിത്. അതിൻ്റെ ഒരു തുടക്കം എവിടെയായിരിക്കും എന്ന് ഞാനിങ്ങനെ പിന്നിലേക്ക് ആലോചിച്ച് പോയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന പേര് ലീലയാണ്. ഞാനും സുഹൃത്തുക്കളൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ജഗദീഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ, പുള്ളിയുടെ കുറേ ഗംഭീര വേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 1-2 പേര് ഒരുപോലെ പറഞ്ഞ പേരാണ് ലീലയിലെ പെർഫോമൻസ്. അത് ആ സിനിമ അന്ന് കാണുമ്പോഴും പ്രത്യേകം ആളുകൾ എടുത്തു പറഞ്ഞ് പുകഴ്ത്തിയ ഒരു പെർഫോമൻസാണ്. ലീലയെക്കുറിച്ച് സംസാരിക്കാം. ഉണ്ണിയാർ എഴുതിയിട്ടുള്ളൊരു ചെറുകഥയാണ് ലീല. അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കണം. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെ ലെവലാണ്. കുട്ടിയപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അയാളുടെ കൂടെ നടക്കുന്ന പിള്ളേച്ചൻ, അയാളുടെ നമ്മൾ സദാചാരത്തിൻ്റെ എന്നല്ല ഏതളവിൽ വെച്ച് അളന്നു കഴിഞ്ഞാലും ഇയാൾ എന്ത് ഗീർക്കൊക്കെയായി കാണിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ ചിന്തകൾ, പ്രവർത്തികൾ, അതൊക്കെ ചെയ്യാൻ പാകത്തിന് അയാൾക്കുള്ള ചുറ്റുപാടും സൗകര്യവും, ഏറ്റവും ഒടുവിൽ അയാൾ ചെയ്യാൻ പോകുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ കുറേ ഘടകങ്ങളുണ്ട്. അതിങ്ങനെ പറഞ്ഞ് എത്രത്തോളം പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ചെറുകഥ വായിച്ച് തീർത്തിട്ട് ബുക്ക് അങ്ങ് അടച്ചു വെക്കുമ്പോൾ, ഞാൻ ഈ കഥാസമാഹാരങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു കഥ വായിച്ചു കഴിഞ്ഞ് ബുക്ക് അടച്ചു വെക്കും. കുറേ നേരം അതിനെക്കുറിച്ചിരുന്ന് ചിന്തിക്കും. ഉണ്ണിയാറിൻ്റെ കഥകൾ പൊതുവേ എനിക്ക് അങ്ങനെയാണ്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അത് സിനിമയാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ഉണ്ണിയാർ തന്നെ തിരക്കഥ എഴുതി റിലീസായിട്ടുണ്ടായിരുന്നു. 2016 അത് സംഭവിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിനേതാവ് വിനായകൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പോസ്റ്റ്, ഫേസ്ബുക്ക് യുദ്ധപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഉണ്ണിയാർ തന്നെ പിന്നീട് പറഞ്ഞു, ലീല കഥ തന്നെയായിരുന്നു നല്ലത്, പാളിപ്പോയതാണ്, അത് ഞാൻ എഴുതാൻ പാടില്ലായിരുന്നു. സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ലീല സിനിമ എന്ന നിലയ്ക്ക് ഞാൻ ഒട്ടും തൃപ്തനല്ല. ആ കഥ തൊടാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. കഥകൾ സിനിമയാക്കുമ്പോൾ ആത്മാവ് ചോരും എന്നും തോന്നിയിട്ടുണ്ട്. ഉണ്ണിയാറിൻ്റെ തന്നെ ചെറുകഥയെ ഉണ്ണിയാർ തന്നെ തിരക്കഥയാക്കി സിനിമയാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞതാണിത്. ബിജു മേനോൻ, വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, ഇന്ദ്രൻസ്, ജഗദീഷ്, പാർവതി നമ്പ്യാർ, മുത്തുമണി തുടങ്ങി ഒരു വലിയ താരനിരയുമായിട്ടാണ് സിനിമ റിലീസാവുന്നത്. ചെറുകഥ നമ്മൾ വായിക്കുന്ന സമയത്ത് കുട്ടിയപ്പൻ്റെ കൂട്ടുകാരനായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടിയപ്പനെ എല്ലായിടത്തും വാല് പോലെ പിടിച്ചുകൊണ്ട് പോകുന്ന പിള്ളേച്ചനുണ്ട്. പിള്ളേച്ചൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ കഥ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേച്ചൻ എന്ത് കാണുന്നു, പിള്ളേച്ചൻ്റെ മനസ്സിലുള്ള തോന്നലുകൾ, പിള്ളേച്ചൻ പല ആൾക്കാരിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പിള്ളേച്ചനാണ് നമ്മളോട് ഈ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ പക്ഷേ നായകനെ കാണിക്കുക എന്ന് പറയുന്നൊരു രീതിയാണല്ലോ. അപ്പോൾ കുട്ടിയപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിജു മേനോൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിലൂടെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ചെറുകഥ സിനിമയാക്കിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നതും അത് തന്നെയാണ്. കാരണം ഈ സിനിമയെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ഒരു അതിഗംഭീര ആർട്ടിസ്റ്റിനെ ആവശ്യമായിരുന്നു. ഈ സിനിമയിൽ വിജയരാഘവനുണ്ട്, ബിജു മേനോനുണ്ട്. കുട്ടിയപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെറുകഥ വായിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും ബിജു മേനോനെ പോലൊരു ആർട്ടിസ്റ്റിൻ്റെ മുഖം വരില്ല. കാര്യം ഇയാൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇയാളുടേതായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ചിന്തയോ ഒക്കെ ഉണ്ട്. കുറേ കൂടി വേറൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു ക്യാരക്ടറായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയിൽ പിള്ളേച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള വിജയരാഘവൻ തന്നെ ബിജു മേനോൻ ചെയ്ത ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ കുറേയും കൂടി മെച്ചപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം വിജയരാഘവൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കകാലമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം, അദ്ദേഹം നായകനായിട്ടൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള വേഷങ്ങളിലെ വ്യത്യാസങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ കുട്ടിയപ്പനെ വിജയരാഘവൻ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഗംഭീര പരിപാടി ആവുമായിരുന്നു. പക്ഷേ സിനിമ സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്താണ്. അദ്ദേഹത്തിൻ്റെ ചില നായക സങ്കല്പങ്ങളിലൊക്കെ സിനിമയെ ഇങ്ങനെ ആക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടിയപ്പൻ ഈ ചെറുകഥയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നന്മ, സ്നേഹം, കരുതൽ തുടങ്ങിയിട്ടുള്ള ഇമോഷൻസിനോടൊന്നും ഉണ്ണിയാർ ചേർത്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഇയാൾക്ക് അങ്ങ് സ്നേഹമാണെന്നേ, നന്മയാണെന്നേ, അതുപോലെ തന്നെ പേടി, ഇയാൾക്ക് ഒരുപാട് പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഇയാളുടെ ഒരു പിള്ളേര് കളി എന്നുള്ള രീതിയിലാണ് സിനിമ ഈ കാര്യത്തിനെ ട്രീറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. എന്തായാലും ചെറുകഥയിൽ നിന്നും സിനിമയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കുട്ടിയപ്പൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, അതൊക്കെ അങ്ങ് ചെയ്യാന്നുള്ളതാണ്. അതിൽ കൂടുതലും ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലും ചെറുകഥയിലും കാണുന്നത്. ഒരിക്കൽ ഇയാൾ ഒരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ദേഹം മുഴുവൻ എണ്ണ തേച്ചു.
എന്നിട്ട് ഒരു പഴയ മലയാളം പാട്ട് പ്ലേ ചെയ്തിട്ട് ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു. കുറേ നേരം ഡാൻസ് കളിച്ചതിന് ശേഷം അവർക്ക് പൈസ കൊടുത്ത് അവരെ തിരിച്ചു വിട്ടു. മറ്റൊരു പെൺകുട്ടിയെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിൽ ദേഹം മുഴുവൻ വെള്ള പുതപ്പും പുതച്ച് കുട്ടിയപ്പം കിടന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു മരിച്ചു കിടക്കുന്നത് സ്വന്തം അച്ഛനാണ് എന്ന് കരുതി അലറി കരഞ്ഞോളാൻ. ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞ ശേഷം ഓഫ് കോഴ്സ് കുറച്ച് നേരമൊക്കെ നമ്മൾ ഇന്ന ആളാണെന്ന് വിചാരിച്ച് കരയും, പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അങ്ങനെ ഇമോഷണലി ഡൗൺ ആയതിനു ശേഷം ആ പെൺകുട്ടിക്കും കുറച്ച് കാശ് കൊടുത്ത് ഇയാൾ പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ലീലാവിലാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയപ്പൻ ഇയാൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരാഗ്രഹം വരികയാണ്. ഒരു കൊമ്പനാന, ആ കൊമ്പനാനയുടെ മുന്നിൽ ഒരു പെൺകുട്ടിയെ നിർത്തുക. നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ ആ പെൺകുട്ടി നഗ്നയായി കൊമ്പനാനയുടെ തുമ്പിക്കയുടെ അടുത്ത് നിൽക്കുക. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. കുട്ടിയപ്പൻ നേരെ പിള്ളേച്ചനോട് കാര്യം പറയുന്നു. പിള്ളേച്ചൻ ഞെട്ടിപ്പോവാണ്. അതിനുശേഷം അവരാദ്യം ആനയെ അന്വേഷിച്ചിറങ്ങുന്നു. അതിനുശേഷം പെൺകുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങുന്നു. ഇതിൽ ഈ ആനയെ അന്വേഷിച്ചുള്ള ഇറക്കം എനിക്ക് തോന്നുന്നു ചെറുകഥയിലുണ്ടായിരുന്നത് കുറേ കൂടി രസമായിരുന്നു. അത് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ചിരിക്കാൻ തോന്നാത്ത തമാശകളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഏതോ വഴിക്ക് പോയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്ന പോർഷനിലാണ് നമ്മൾ ജഗദീഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ കാണുന്നത്. അയാളൊരു ക്രൂരനാണ്, ഒരു വൃത്തികെട്ടവനാണ്. മാനുഷികം എന്ന് നമ്മൾ കരുതുന്ന യാതൊരു തരത്തിലുള്ള ഇമോഷൻസും തൊട്ടടുത്ത് കൂടി പോലും പോയിട്ടില്ലാത്ത സ്വന്തം മകളെ ഗർഭിണിയാക്കിയ ആൾ. ആ ഗർഭം അവരെ അലസിപ്പിച്ചു. ഇനി അവളെ ലൈംഗിക വൃത്തിയിലേക്ക് ഇറക്കി വിടുക, പൈസ ഉണ്ടാക്കുക, ഇതാണ് ഇയാളുടെ ചിന്തകൾ. പെണ്ണെന്ന് പറയുന്നതിനെ ഒരു ഒബ്ജക്റ്റ് മാത്രമായി കാണുന്ന, പണം ഉണ്ടാക്കാൻ വേണ്ടി, ലൈംഗിക ആസക്തികൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി മാത്രം നോക്കി കാണുന്ന, അതിനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ഡീൽ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത വളരെ മോശം ഒരാൾ. എന്നാൽ അതേസമയം അയാൾ പണമുള്ളവൻ്റെ മുന്നിൽ, പവറുള്ളവൻ്റെ മുമ്പിൽ ഒക്കെ ഒരു വിനീതദാസനെ പോലെ പെരുമാറുന്നുണ്ട്. തൻ്റെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അയാളൊരു വിൽപ്പനയ്ക്കാണ് ശ്രമിക്കുന്നത്. ആ ക്യാരക്ടറിനെ, അതായത് ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ജഗദീഷ് ചേട്ടൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. സിനിമയുടെ ഒരു 70% കഴിയുമ്പോഴാണ് ജഗദീഷ് ചേട്ടൻ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇയാൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ, സ്വന്തം മകളെ ഗർഭിണിയാക്കുന്നതിന് മുമ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടപ്പ്, അയാളുടെ നോട്ടം, അയാളുടെ നീട്ടിത്തുപ്പൽ, അയാൾ ഡയലോഗ് പറയുന്ന സമയത്ത് കൊടുക്കുന്ന ആ നാടിൻ്റേതായി ചേരാനുള്ള, അതേ പറഞ്ഞാൽ ഭയങ്കരമായ ഒബ്സർവേഷൻസുള്ള, ഭയങ്കരമായ സൂക്ഷ്മാംശങ്ങളെ അവതരിപ്പിക്കാനുള്ള ഉള്ളിന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾ ചെയ്യുന്നതിൻ്റെ അതിപ്പോൾ എങ്ങനെ അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഈ അഭിനേതാക്കൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഏത് കിട്ടിയാലും താൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് ചെയ്യുക. മറ്റൊന്ന്, കിട്ടിയിട്ടുള്ള ക്യാരക്ടർ എന്താണ്, ഓക്കെ ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളുണ്ടാവും, അയാൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവും, അയാൾ ഇങ്ങനെ ചെയ്യും, പിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഇങ്ങനെയായിരിക്കും, എൻ്റെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, എൻ്റെ ഡ്രസ്സ്, ഞാനിപ്പോൾ ഒരു ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സ്ക്രീനിൽ, ഒരു ഷോട്ടിൽ വെറുതെ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെ അറ്റൻഷൻ അടിച്ച് നിൽക്കാൻ പറ്റില്ല. ആ ക്യാരക്ടറുണ്ട്, അയാളുടെ ഇമോഷൻസ് ഉണ്ട്, അയാളുടെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു ഡയലോഗിലൂടെ എക്സ്പ്രസ് ചെയ്യാനാണെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കാം. പക്ഷേ ഇതൊന്നുമില്ല, മുഖത്തുണ്ടാവണം. അത് ബോഡി മൂവ്മെൻറ്റ്സ് വെറുതെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ആരെങ്കിലും കൂട്ടുകാരോടോ വീട്ടുകാരോടോ വർത്തമാനം പറയുമ്പോൾ വെറുതെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ എങ്ങനെയാണോ ആ സിറ്റുവേഷനിലായിരിക്കുക, ക്യാരക്ടറായിട്ടായിരിക്കുക എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, മേക്കപ്പ്, ജസ്റ്റേഴ്സ്, നടപ്പിൻ്റെ ശൈലി. നമ്മൾ കിഷ്കിന്ധാകാന്ഡം പറഞ്ഞ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ജഗദീഷ് ചേട്ടൻ തിരിച്ച് നടന്നു പോകുന്നൊരു ഷോട്ടുണ്ട്. വെറുതെ നടന്നു പോവുക. ആ നടന്നു പോകുന്നതിൽ അയാൾ കൊണ്ടുവരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വൻ പരിപാടി നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. തങ്കപ്പൻ നായർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇതിൽ ജഗദീഷ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവർ നടത്തുന്നൊരു യാത്രയൊക്കെ ഉണ്ട്. ആനയുടെ അടുത്തേക്ക് ഈ പെൺകുട്ടിയുമായിട്ട് പോകുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊരു സമയത്ത് കുട്ടിയപ്പൻ ആഗ്രഹിച്ചു പോകുന്നു. ഇത് ചെറുകഥയിൽ വായിക്കുമ്പോൾ ഉള്ള പോലെ അല്ല സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. എനിക്കതൊരു റാൻഡം ക്ലീഷെയ്ഡ് പടം കാണുന്ന പോലെ ആയിപ്പോയി. എന്തായാലും അങ്ങനെ ആനയോട് ചേർത്ത് നിർത്തി അവളെ കണ്ട ശേഷം വാ എന്ന് പറഞ്ഞ് കുട്ടിയപ്പൻ വിളിക്കുകയാണ്. അയാൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് അയാൾ പോയില്ല, പകരം ആ പെൺകുട്ടിയെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ കുട്ടിയപ്പൻ, പിന്നീട് ലീല എന്നുള്ള പേര് കുട്ടിയപ്പൻ ആ യാത്രക്കിടയിൽ അവൾക്ക് ചാർത്തി കൊടുക്കുന്ന പേരാണ്. അപ്പോൾ കുട്ടിയപ്പൻ ലീലയുമായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. മുന്നിൽ കുട്ടിയപ്പൻ, നടുക്ക് ലീല, പുറകിൽ വന്യമായ പ്രകൃതിയുടെ എല്ലാ ശക്തിയും ഒത്തുചേരുന്ന ഒരാന. ശരിക്കും ആ വിഷ്വലൊക്കെ വേറൊരു തരത്തിൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ഭൂമിയിലൂടെ ഇങ്ങനെ വിലസി നടക്കുന്ന കുട്ടിയപ്പൻ എന്ന് പറയുന്ന, പണത്തിന് പണമുള്ള, ആരോഗ്യത്തിന് ആരോഗ്യമുള്ള, ആജ്ഞ അനുസരിക്കാൻ വേണ്ടി ചുറ്റും ആളുകളുള്ള, അത്രയും ശക്തനെന്ന് സ്വയം വിശ്വസിക്കുന്ന കുട്ടിയപ്പൻ, അയാളുടെ പുറകിലാണ് ലീല പെട്ടിരിക്കുന്നത്. അതിനപ്പുറം ഉള്ളത് ആനയാണ്. ആന എന്തായാലും ലീലയെ പോറ്റി വളർത്താൻ പോകുന്നില്ല. ആനയ്ക്ക് ആകെ അവളോട് ചെയ്യാൻ പറ്റുന്നത് അവളെ കൊല്ലുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ 3 പേര് ഒരു ലൈനിൽ വരുമ്പോൾ ലീല അവിടെ തന്നെ നിന്നിട്ട് തിരിഞ്ഞ് ആനയെ നോക്കുന്നുണ്ട്. ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട്
ലീലയെ പൊക്കിയെടുത്ത് നിലത്തിട്ട് അവളുടെ പുറത്ത് അമർന്നിരിക്കുകയാണ്. അങ്ങനെ ലീല മരിക്കുന്നു, കുട്ടിയപ്പൻ ഞെട്ടുന്നു, അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഒരുപക്ഷെ ഒരുപാടൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാടൊക്കെ സംസാരിക്കുമായിരുന്ന ഒരു ക്ലൈമാക്സിനെ അല്ലെങ്കിൽ ഒരു സിനിമയെ ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാതെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ലീല എന്ന് പറയുന്ന സിനിമയോടുള്ള വിരോധം. 2016 കണ്ടതാണ്. പലപ്പോഴും കുറേ കാലം മുമ്പ് കണ്ടൊരു സിനിമ നമ്മൾ റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടി അത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കുറേയും കൂടി ശ്രദ്ധിക്കാനുള്ള എലമെൻറ്റ്സ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ റീവാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ക്ലൈമാക്സ് കുറേയും കൂടി നമ്മൾ സംസാരിക്കുന്ന ഒരു അവസ്ഥയിൽ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതിൻ്റെ ഒരു മീനിങ് ഒക്കെ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറേ കൂടി ഗംഭീരമാവുമായിരുന്നു എന്നാണ്. പക്ഷേ ഉണ്ണിയാർ പറഞ്ഞതുപോലെ കഥകൾ സിനിമയാക്കുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമയുടെ ക്ലൈമാക്സ് ആണ്, അല്ലെങ്കിൽ ഈ ചെറുകഥയുടെ ക്ലൈമാക്സ് ആണ് അതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഏറ്റവും അധികം നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള വിഷയം. കുട്ടിയപ്പൻ അവളെ കല്യാണം കഴിക്കാൻ പോകുമായിരുന്നില്ലേ, അപ്പോൾ അവൾക്ക് എന്തുകൊണ്ട് കുട്ടിയപ്പൻ്റെ കൂടെ പോയി പൊക്കൂടായിരുന്നു? അങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ അവൾ നല്ലൊരു ജീവിതം ജീവിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ തൻ്റേതായിട്ടുള്ള ഓരോരോ തോന്നലുകൾക്ക് വേണ്ടി ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം തനിക്കതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നു എന്ന് മാത്രം ചിന്തിക്കുന്ന, എല്ലാത്തരം അധികാരങ്ങളെയും ആണധികാരങ്ങളെയും ഒക്കെ ആഘോഷിച്ച് നടക്കുന്ന ഒരാൾക്കൊപ്പം പ്രായപൂർത്തിയായിട്ടില്ലാത്ത അല്ലെങ്കിൽ ജസ്റ്റ് പ്രായപൂർത്തിയായിട്ടുള്ള ആ പെൺകുട്ടി എങ്ങനെയുള്ളൊരു നല്ല ജീവിതം സ്വപ്നം കാണുക? അവളോട് ഏറ്റവും മോശമായി പ്രവർത്തിച്ച അവളുടെ അച്ഛനിൽ നിന്ന് ഇയാൾ എന്തുമാത്രം വ്യത്യസ്തനാകും എന്നാണ് ആ പെൺകുട്ടി പ്രതീക്ഷിക്കേണ്ടത്. അവിടെ അവൾക്ക് ആകെയുള്ള ഓപ്ഷൻ തൻ്റെ പിന്നിൽ നിൽക്കുന്ന മരണത്തോട് അഭയം ചോദിക്കുക എന്നുള്ളതാണ്. അതല്ലേ അവൾ ആനയെ നോക്കി നിന്നത്, അല്ലെങ്കിൽ ആന അതല്ലേ ചെയ്തത് എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അത്. ഞാനീ പറയുന്നതിൽ നമുക്ക് യോജിക്കാനും വിയോജിക്കാനും പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഇനിയുമുണ്ട്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുമായിരുന്ന, അല്ലെങ്കിൽ ഒരു സിനിമയോ കഥയോ ഒന്നും വെറുതെ വായിച്ചങ്ങ് വിടേണ്ടതല്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ ചിന്തിക്കാനോ പറയാനോ ചർച്ച ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ലീല രണ്ടാമത് കാണുമ്പോഴും ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. ബിജിപാലാണ് ഇതിൽ സംഗീതമൊരുക്കിയിട്ടുള്ളത്. പ്രശാന്ത് രവീന്ദ്രനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള ഈ സിനിമയിലെ പെർഫോമൻസ്, ഞാൻ ബിജു മേനോൻ ചെയ്തതുകൊണ്ട് ഈ വേഷം മോശമായി എന്നല്ല പറയുന്നത്. പക്ഷേ ഈ വേഷത്തിന് ഇതിന് കിട്ടേണ്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിന് കിട്ടേണ്ടുന്ന ഒരു പെർഫോമൻസ് മികവുണ്ടായിരുന്നു. അത് ബിജു മേനോനേക്കാൾ ഒരുപക്ഷെ കുറേയും കൂടി എക്സ്പീരിയൻസ് ഉള്ള, കുറേ കൂടി പ്രായത്തിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ടുള്ള ഒരാൾ ചെയ്യുകയായിരുന്നെങ്കിൽ കുറേ കൂടി ഡെപ്ത് ഫീൽ ചെയ്തേനെ. മാത്രമല്ല കുറച്ച് അൺഅപ്പോളജറ്റിക്കൽ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ പറയുന്ന നന്മ, സ്നേഹം, അല്ലെങ്കിൽ പേടി, തമാശ പരിപാടികൾ, ഇതൊക്കെ അപ്ലൈ ചെയ്ത് അതൊരു ബിജു മേനോൻ സിനിമയായിപ്പോയി. ലീല ഒരിക്കലും ഒരു ബിജു മേനോൻ സിനിമയായി, അല്ലെങ്കിൽ ടിപ്പിക്കൽ ബിജു മേനോൻ സിനിമകളിലൊന്നായി മാറേണ്ടുന്ന ഒരു സിനിമയായിരുന്നില്ല. മാത്രമല്ല ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ അയാളുടെ സ്വത്തിൻ്റെ പ്രശ്നം. നമ്മൾ രഞ്ജിത്ത് സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സവർണ സമ്പന്ന കുടുംബത്തിലെ നായകൻ അയാളുടെ തോന്നിയാസത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെയും അങ്ങനെ അപ്ലൈ ചെയ്തു പോയി എന്ന് തോന്നി. കുട്ടിയപ്പൻ ഈ പറയുന്ന സാധനങ്ങൾക്കും അപ്പുറത്ത് കുറേയും കൂടി ഒരു ഭീകരത അർഹിക്കുന്ന ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ സിനിമയിലും ആവശ്യമായിരുന്നു എന്ന് തോന്നി. പിന്നെ 2016 നമ്മൾ ഇത്രയും പരീക്ഷണങ്ങൾ കൊമേഴ്ഷ്യലി ഹിറ്റാവാൻ വേണ്ടി ഇറക്കുന്ന സിനിമയിൽ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമുക്കതിനെ വിടാം. പക്ഷേ ലീല എന്ന് പറയുന്ന ചെറുകഥയോട് നീതി പുലർത്തിയിട്ടില്ല ലീല എന്ന സിനിമ എന്നുള്ള കാര്യം അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ജഗദീഷ് ചേട്ടനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേഷം. ഇത് കണ്ടിട്ട് അയ്യോ ഇത് ഇങ്ങേരോ ചെയ്തത് എന്ന് തോന്നിപ്പിച്ചൊരു വേഷം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ചിത്രം ലീല ആയതുകൊണ്ടാണ് ലീല റീവാച്ച് ചെയ്യാൻ സെലക്ട് ചെയ്ത്. അദ്ദേഹത്തിന് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.